പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായം തുറക്കുകയാണ്. ബംഗാളിന്റെ 18ാമത് നിയമസഭയുടെ സ്പീക്കറായി BJP MLA രതീന്ദ്ര ബോസ് ഇല്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ബംഗാളിന്റെ ചരിത്രത്തിൽ സ്പീക്കർ പദവിയിലെത്തുന്ന വടക്കൻ ബംഗാളിൽ നിന്നുള്ള ആദ്യ ജനപ്രതിനിധിയാണ് രതീന്ദ്ര ബോസ്. ചാർട്ടേഡ് അക്കൗണ്ടന്റായ അദ്ദേഹം ഇനി ബംഗാൾ നിയമസഭ നയിക്കും. അതേസമയം പ്രതിപക്ഷമായ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് അവിടെ നിന്നും സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ അവിടെ നിരത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇദ്ദേഹം അവിടെ എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ മുന്നിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് സഭയിൽ രതീന്ദ്ര ബോസിന്റെ പേര് നിർദ്ദേശിച്ചത്. പ്രോ ടൈം സ്പീക്കർ തപസ് റോയിയുടെ നേതൃത്വത്തിൽ നടന്ന ശബ്ദ വോട്ടെടുപ്പോടെയായിരുന്നു തിരഞ്ഞെടുപ്പ്. ഭരണകക്ഷിയായ BJPയുടെ 207 MLA-മാരും ഏകകണ്ഠമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. വിജയത്തിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി തന്നെ രതീന്ദ്ര ബോസിനെ സ്പീക്കറുടെ ഔദ്യോഗിക കസാരയിലേക്ക് ആനയിക്കുകയാണ് ഉണ്ടായത്. 65-കാരനായ രതീന്ദ്ര ബോസ് കുച്ച് ബഹർ ദക്ഷിൺ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയാണ്. RSSുമായി ദീർഘകാല ബന്ധമുള്ള നേതാവ് കൂടിയാണ് ഇദ്ദേഹം. ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച രതീന്ദ്ര ബോസ് വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി തന്നെ BJPയുടെ ഏറ്റവും ശക്തമായ കോട്ടയാണ് വടക്കൻ ബംഗാൾ. ഈ മേഖലയിൽ നിന്നുള്ള ഒരാളെ സ്പീക്കർ പദവിയിൽ എത്തുന്നതിലൂടെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് BJP സ്പീക്കർ ഇവിടെ നൽകിയിരിക്കുന്നത്. നിലവിൽ BJPയുടെ വടക്കൻ ബംഗാൾ ഡിവിഷൻ കൺവീനർ കൂടിയാണ് രതീന്ദ്ര ബോസ്. ആദ്യമായി തന്നെ BJP MLA ആയ രതീന്ദ്ര ബോസ് അദ്ദേഹമാകട്ടെ തൊഴിൽപരമായി തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘവുമായി തന്നെ വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുച്ച് ബഹർ സൗത്ത് മണ്ഡലത്തിൽ നിന്ന് തൃണമൂൽ സ്ഥാനാർത്ഥി അഭിജിത് ഡി ഭൗമിക്കിനെ 23,000-ലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തത്. രതീന്ദ്രൻ ബോസ് ആകട്ടെ ആദ്യമായി MLA ആയ വ്യക്തി കൂടിയാണ്. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് പശ്ചിമബംഗാൾ നിയമസഭയുടെ സ്പീക്കറായിരുന്ന പശ്ചിം നിയോജ് മണ്ഡലത്തിൽ നിന്നുള്ള അഭിഷേക്, അതേപോലെ തൃണമൂൽ MLA-മായ ഭീമാൻ ബാനർജി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ശ്രീ ബാനർജിക്ക് തന്റെ സീറ്റ് നേടാൻ കഴിഞ്ഞു. എന്നാൽ ഇടതുമുന്നണി കാലഘട്ടത്തിൽ സയ്യിദ് അബ്ദുൾ മൻസൂർ അതേപോലെ തന്നെ ഇവരെല്ലാം തന്നെ യഥാക്രമം തന്നെ നിയമസഭാ സ്പീക്കറായ വ്യക്തികളാണ്. അസാധാരണമായി തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ മമതാ ബാനർജിക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും അതേപോലെ തന്നെ BJPക്ക് കൂടുതൽ ബംഗാളിൽ ശക്തമായ ഒരു അടിത്തറ പാകാൻ ഇതിലൂടെ തന്നെ കഴിയുന്നു എന്നതാണ് ഈ ഒരു നീക്കത്തിലൂടെ തന്നെ വ്യക്തമാകുന്നത് എന്നതാണ് ഇവിടെ വെളിവാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.